أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الواحد القهار. സുമർ എന്നാണ് സൂറത്തിൻ്റെ പേര്. സുമ്രത്ത്, സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ എന്നാണ്. സുമ്രത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം, ഒരു കൂട്ടം ജനങ്ങൾ എന്നതിന് ഒരു ഒരു വിഭാഗം, ഒരു ത്വാഇഫത്ത് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ത്വാഇഫത്ത്, നഫർ എന്ന് പറഞ്ഞാലും ആൾക്കൂട്ടം എന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ഒരു കൂട്ടത്തിനാണ് പറയുക. ജം എന്ന് പറഞ്ഞാൽ ആര് കൂടിയാലും ജം എന്ന് പറയും. ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു വിഭാഗം എന്ന് പറയും. നഫർ എന്ന് പറഞ്ഞാലും കുറേ ആളുകളുടെ കൂട്ടം. ഇവിടെ സുമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സുമറുകൾ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. വസീഖല്ലദീന തഖൗ ഇലാ റബ്ബിഹിം സുമറ വസീഖല്ലദീന കഫറു ഇലാ റബ്ബിഹിം സുമറ. അതായത് വ്യത്യസ്തമായ ആശയങ്ങളും ജീവിതവും നിലനിർത്തിയ രണ്ട് വിഭാഗം ആളുകളെയാണ് വിവരിക്കുന്നത്. ഒന്ന് സ്വർഗാവകാശികൾ, രണ്ട് നരകാവകാശികൾ. ആ രണ്ട് കൂട്ടത്തിൻ്റെയും സ്വഭാവങ്ങൾ, അവരുടെ വിശ്വാസങ്ങളും അവരുടെ ജീവിത രീതികളും എങ്ങനെയായിരിക്കണം എന്നാണ് ഈ സൂറത്തിലെ പരാമർശ വിഷയം. കാര്യമായി ചരിത്രങ്ങളൊന്നും ഈ സൂറത്തിൽ അള്ളാഹു വിവരിച്ചിട്ടില്ല. നമ്മളെ തിരിച്ചറിയാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും, എന്തുകൊണ്ട് അള്ളാഹുവിൽ പലരും പങ്കു ചേർക്കുന്നു, എന്താണ് അവരുടെ വിശ്വാസം, രണ്ട് അള്ളാഹു ഉണ്ട് എന്നവർക്ക് വിശ്വാസമുണ്ടായിരുന്നോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിലേക്ക് ക്ഷണിച്ചത്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്. അവർ രണ്ട് അള്ളാഹു ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നില്ല. ഒരല്ലാഹു മാത്രമേ. വൈദാ ഖീല ലഹും മൽ ഖലഖസ്സമാ വൈദാ സഅൽതഹും മൻ ഖലഖസ്സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹ് എന്നാണ് പറയുക. ആരാണ് മഴ ഇറക്കിത്തരുന്നത്? അള്ളാഹു. ആരാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും? അള്ളാഹു. അങ്ങനെ അള്ളാഹു എന്നുള്ള ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു അവർ. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അവരെ മുശ്രിക്കുകളായി പറയുകയും അവരെ
ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, ഒറ്റപ്പെട്ട ആളുകൾ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചവരായിരുന്നു. അതെ, ബദറിലേക്ക് അബൂജഹൽ പോകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബബന്ധം തകർത്തവനാരോ അവൻ, ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ഞങ്ങളുടെ ഇലാഹുകളെയും കുറ്റം പറയുന്നവനാരോ അവൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിഴച്ചവരാരോ അവൻ, ആ സമൂഹത്തെ നീ നശിപ്പിക്കണമേ. ഫഅഹ്നിഹി അൽ ഗദാത്ത്, ഇന്ന് അവർക്ക് നീ നാശം കൊടുക്കണമേ എന്ന് അബൂജഹൽ അള്ളാഹുവിനോട് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരെ ഓരോ കാര്യത്തിലും, ഇപ്പം അബ്ദുൽ മുത്തലിബ്, നബിയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം കഅബ പൊളിക്കാൻ വന്നപ്പോൾ, അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വന്നപ്പോൾ വരികയും ഒരു ആട്ടുംകൂട്ടത്തെ കാണുകയാണ് അബ്രഹത്ത് രാജാവും അനുയായികളും. അപ്പോൾ സ്വാഭാവികമായും ഒരു നാടാക്രമിക്കാൻ വരുമ്പോൾ അവരുടെ സമ്പത്തിനെയാണ് ആദ്യമായി ഈ എതിർകക്ഷികൾ പിടികൂടാറുള്ളത്. അപ്പോൾ അവിടെ വലിയ ആട്ടുംകൂട്ടം കണ്ടു. അത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഖുറൈശികളുടെ നേതാവായ കഅബയുടെ ഉടമസ്ഥനും കൂടിയായ, എന്ന് പറഞ്ഞാൽ കഅബയുടെ അന്നത്തെ അധികാരിയായ അബ്ദുൽ മുത്തലിബിൻ്റേതാണ്, അയാളുടെ ഇതാണ് കഅബ എന്നും അയാളുടെ കീഴിലാണ് മക്ക രാജ്യം എന്നും ആളുകൾ മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ആടിനെ ഒട്ടകക്കൂട്ടത്തിനെ അയാൾ പിടിച്ചു കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിനോട് അബ്രഹത്ത് ചോദിക്കുക, അദ്ദേഹം ഒരു പ്രതിനിധിയായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് കഅബനെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ വരുന്നത്, നിങ്ങളെ സമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഇനമാണല്ലോ ഈ ഇബിലുകൾ, ഒട്ടകക്കൂട്ടങ്ങൾ, അതെന്താണ് ഈ ചോദിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒട്ടകക്കൂട്ടം അതിൻ്റെതാണ്, അത് കുഴപ്പമൊന്നുമില്ല, പോയാലും നിങ്ങളത്, അത് ഞാൻ ചോദിക്കേണ്ട കാര്യം, അത് ഞാൻ ചോദിക്കും, അതിൻ്റെതാണ്. കഅബനെ സംരക്ഷിക്കേണ്ട കാര്യം അത് അദ്ദേഹം ഒട്ടകക്കൂട്ടത്തിനെയാണ് ചോദിക്കുന്നത്, എൻ്റെ ഒട്ടകക്കൂട്ടത്തിനെ തിരിച്ചു തരണമെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ആളാണ്, നിങ്ങളെ കഅബ പൊളിക്കാനാണ് വരേണ്ടത്, നിങ്ങളത്തരം പുണ്യമായി കാണുന്ന കഅബ നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം, കഅബക്ക് വേണ്ടിയല്ലേ ഞങ്ങളോട് പറയേണ്ടത്, ഈ നാട്ടിലെ നേതാവല്ലേ, ഈ ഒട്ടകം ചോദിച്ചു വരികയാണോ, നിങ്ങൾ ഈ പണത്തിൻ്റെ ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഅബ അള്ളാൻ്റെതാണ്, ഫഇന്ന ലഹു റബ്ബൻ സയംനഉഹു, കഅബക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് കാത്തോളും, അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഒട്ടകൻ്റെതാണ്, അത് എനിക്ക് തരണം എന്താ പറയണ്ടത്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹുവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്ദുൽ മുത്തലിബ് തന്നെ ഈ സംസം കിണർ കുഴിച്ച്, അയാളൊരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കുഴിച്ചിട്ടുണ്ടായി, സംസം കിണറൊക്കെ മാഞ്ഞ് മറഞ്ഞ് തൂർന്നു പോയതായിരുന്നു. അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ടിട്ടാണ് സംസം കിണർ പിന്നീട് അയാളും അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസും കൂടി കുഴിച്ച് അതിൽ കുറേ ആയുധങ്ങൾ കണ്ടു, കുറേ സ്വർണത്തിൻ്റെ മാനുകളുടെ രൂപത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ, അത് കഅബയിലേക്ക് ജാഹിലിയ കാലത്ത് ആരോ നേർച്ചയാക്കിയ സാധനങ്ങളാണ്, അത് കണ്ടു. പിന്നീട് വെള്ളം കണ്ടു. അങ്ങനെയാണ് സംസം പിന്നീട് പുനരുദ്ധരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് കുഴിച്ചുണ്ടാക്കുമ്പോൾ, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ, സ്വപ്നത്തിൽ കണ്ട ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനുള്ള കിണറിൻ്റെ പണി പൂർത്തിയാക്കാൻ അള്ളാഹുവേ നീ സഹായിക്കണം എന്ന് അള്ളാഹുവിനോട് അള്ളാഹുമ്മ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു അവരെ ഉണ്ടായിരുന്ന വിഷയം എന്ന് വെച്ചാൽ, അള്ളാഹുവിങ്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ലാത്തയും ഉസ്സയും മനാത്തയുമെല്ലാം ഉള്ളത്. മനാത്തയും ഉസ്സയും മനാത്തയൊക്കെ ഞങ്ങളെ സൃഷ്ടിച്ചവരാണെന്നോ, മഴ പെയ്യിപ്പിക്കുന്നവരും കാറ്റടിപ്പിക്കുന്നവരും അതുപോലെ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരാണെന്ന് നമുക്ക് വിശ്വാസമില്ല. പക്ഷേ അവരൊക്കെ അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ ആളുകളാണ്. അവരെ വിളിച്ച് തേടിയാൽ
അവരോട് പ്രാർത്ഥിച്ചാൽ അവർ ഞങ്ങളെ അള്ളാഹുവിങ്കൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും. അതാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാൻ കാരണം എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെയാണ് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി പറയുന്നത്. അത് പാടില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും നൽകാനും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ഇടയാളനോട് പ്രാർത്ഥിച്ചിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഞാൻ അവൻ്റെ തൊട്ടടുത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം ചെയ്യുക, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഇടയിൽ മഹാന്മാരോട് പ്രാർത്ഥിച്ച് അവർ അള്ളാഹുവിനോട് പറഞ്ഞ് വാങ്ങിത്തരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുശ്രിക്കീങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിൽക്കാലത്ത് ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ നമുക്കാർക്കും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശവും അർഹതയും ഇല്ല എന്ന് അത് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ മഹാന്മാരോടും അതുപോലെ മറ്റുള്ള സൃഷ്ടികളിലെ ഉന്നതന്മാരോടും പ്രാർത്ഥിച്ച് അവർ അള്ളാഹുവിനോട് വാങ്ങിത്തരുക. ഇതാണ് പിൽക്കാലത്ത് ദീനായിട്ട് മാറിയത്. ഇസ്ലാമിലും മുസ്ലിങ്ങളുടെ ഇടയിലും ആ വിശ്വാസം കുടുങ്ങിപ്പോയി. അത് ന്യായീകരിക്കാൻ വേണ്ടി പല തരത്തിലും അതിനുള്ള ഉപമകൾ പറഞ്ഞ കൂട്ടത്തിലുള്ളൊരു ഉപമയായിരുന്നു, ആരും ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് ബൾബ് കത്തിച്ചെടുക്കാറില്ല. ട്രാൻസ്ഫോർമറിൽ നിന്ന് ചെറിയ ലൈനുകളിൽ പോയി അത് ചെറിയ ചെറിയ ലൈനുകളാക്കി ചുരുക്കി അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മീറ്റർ ഇതിലേക്ക് വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബൾബ് കത്തിക്കുക. ട്രാൻസ്ഫോർമറിൽ നിന്ന് ബൾബ് പൊട്ടിച്ചാൽ എന്തായി, അത് തകർന്നു പോകും. അതുപോലെ അള്ളാഹുവിനോട് ആരും പാപ്പികളായ അടിമകൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്ന പ്രശ്നമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കീഴിലുള്ള ആളുകളോട് ചോദിച്ച് അവർ വാങ്ങിത്തരണം എന്ന് വരെ ഉദാഹരണം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്താണ്? അള്ളാഹുവിലുള്ള ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ തരത്തിലുള്ള കുറച്ച് വിശ്വാസപരമായ കുറേ കാര്യങ്ങൾ ഈ സൂറത്തിൽ കൂടി അള്ളാഹു വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകളെന്നും അല്ലാത്തവർ നരകവാസികളാണ് എന്നൊക്കെ അള്ളാഹു താക്കീത് നൽകുകയാണ്. അപ്പം നമ്മളത് പഠിക്കണം. പഠിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മളെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ആശയഗർഭമാണ്. എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. എന്നാലും വിശ്വാസവുമായി കൂടുതൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പോയി നോക്കാം. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഒക്കെ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു തരാറ് തന്നെ നമുക്കറിയാം. തൻസീലുൽ കിതാബ്, ആ വേദഗ്രന്ഥത്തിൻ്റെ അവതരണമാണിത്. അതായത് അവതരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ. ആ അവതരിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്താണല്ലോ ഈ ആയത്ത് അതിൻ്റെ അടിയിലാണല്ലോ വരുന്നത്. അപ്പോൾ തൻസീലാണ്, അതായത് അള്ളാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇതിൽ കളങ്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയും എങ്കിലും കൂട്ടിച്ചേർക്കലൊന്നും ഇതിലില്ല. മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്നുള്ള വേദഗ്രന്ഥത്തിൻ്റെ അവതരണമാണിത്. അൽ അസീസ്, അവൻ പ്രതാപിയാണ്, എല്ലാവരെക്കാളും ഉയർന്നു നിൽക്കുന്നവനാണ്. അൽ ഹക്കീം, സൂക്ഷ്മജ്ഞാനിയുമാണ്. അവൻ്റെ അവതരണമായ വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു തന്നെ ഖുർആനിനെ അള്ളാഹുവിൻ്റേതാണ് എന്നാണ്ട് ആണയിട്ട് പറയാണ്. അതിനർത്ഥം ഈ ഖുർആനിൽ നിങ്ങൾക്ക് തെറ്റ് കണ്ടെത്താൻ കഴിയില്ല. അതൊരു വെല്ലുവിളിയും കൂടി ഇതിലുണ്ട്. മിനല്ലാ, ഇത് അള്ളാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ അള്ളാഹുവിൻ്റേതാണെങ്കിൽ ഭാവിയും ഭൂതവും അറിയുന്ന
സർവജ്ഞാനിയായ പഠിച്ചവൻ്റേതാണ് എന്ന് പറയുമ്പോൾ ആ സർവജ്ഞാനിയായ പഠിച്ചവന് ഖുർആനിലുള്ള ഇന്ന നിയമത്തിൽ തെറ്റ് വന്നുപോയി, ഇന്ന നിയമത്തിൽ മറവി വന്നുപോയി, ഇന്ന കാര്യത്തിൽ ആവർത്തനം വന്നുപോയി, അതൊന്നും ഉണ്ടാവില്ല. ഇത് പഠിച്ചവൻ്റേതാണ്. നിങ്ങൾ പഠിച്ചവനിൽ വിശ്വസിക്കണം, ഈ ഖുർആനിലും വിശ്വസിക്കണം. ഇതിൽ അബദ്ധം വരികയില്ല. ഇതേ ആശയം തന്നെയാണ് വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഇതിൽ ഒരു സംശയവും ഇല്ല. സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ സംശയം ഒരു കാലത്തും ഉണ്ടാവില്ല. ആ കൃത്യമായി ആ സംശയത്തെ ദൂരീകരിച്ചു കൊണ്ടുള്ള ഒരു വിശുദ്ധി അള്ളാഹു ഖുർആനിന് ചാർത്തി കൊടുക്കുകയാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹ് അൽ അസീസിൽ ഹക്കീം. സൂക്ഷ്മജ്ഞാനിയും പ്രതാപിയുമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതരണമാണ് ഈ ഖുർആൻ. ഇതിൽ വേറെ ഒരു കൂട്ടിച്ചേർക്കലുകളോ ഒരാളുടെ കൈകടത്തലുകളോ ഇല്ല. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ. ഒന്നുകൂടി അതിനെ ഉറപ്പിക്കുകയാണ്. ഇല്ലാ അൻസൽന, തീർച്ചയായും നാം ഇറക്കിത്തന്നു, ഇലൈക്ക, നിന്നിലേക്ക്, അൽ കിതാബ, ഈ വേദഗ്രന്ഥം, മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഇല്ലാ അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖി, നിന്നിലേക്ക് ഈ കിതാബ് നാം ഇറക്കിത്തന്നത് ബിൽ ഹഖി, സത്യപ്രകാരമാണ് എന്ന് അള്ള പറയുമ്പോൾ സത്യത്തിനെതിരായിട്ട് ഒരു കാലഘട്ടത്തിലും ഖിയാം വരെ ഇതിൽ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഖുർആനിൽ അത് തെറ്റല്ലേ, ഇത് അബദ്ധമല്ലേ, ഇത് ശരിയല്ലല്ലോ, ഇത് ഈ കാലഘട്ടത്തിന് പറ്റുകയില്ലല്ലോ എന്ന് എല്ലാ കാലത്തും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സത്യസന്ധമായി നിഷ്പക്ഷമായി അതിനെ വിലയിരുത്തുന്ന ആൾക്ക് അത് അബദ്ധമല്ല എന്ന് ബോധ്യപ്പെടും. അപ്പം അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഫഅ്ബുദില്ലാഹ, അള്ളാഹുവിനെ നീ ആരാധിക്കണം. അപ്പം ഈ ഖുർആൻ ഇറക്കി തന്നത് സത്യസന്ധമാണ്. ഈ ഖുർആനിൻ്റെ ആകെക്കൂടിയുള്ള സത്ത അത് ഇബാദത്ത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ, നമ്മൾ പാലിക്കേണ്ട ക്രയാവിക്രയ രീതി, സാമ്പത്തിക ക്രമങ്ങൾ, കുടുംബജീവിതം, സ്വഭാവങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾക്കുണ്ടായിരിക്കേണ്ട എല്ലാ ജീവിതത്തിലെ ചെറിയതും വലിയതുമായ വിശദീകരണങ്ങളാണ് ഖുർആനിലുള്ളത്. അപ്പോൾ അതിനെന്ത് വേണം? ആദ്യം അള്ളാഹുവിനെ ആരാധിക്കുന്നവനായി നീ മാറണം. ഇബാദത്ത് അള്ളാഹുവിനല്ലാത്ത മറ്റു കാര്യത്തിലൊക്കെ ഖുർആനിൻ്റെ നിയമങ്ങൾ നമ്മൾ പിൻപറ്റിയാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഫഅ്ബുദില്ല, അള്ളാഹുവിനെ നീ ആരാധിക്കണം. മുഖ്ലിസൻ, ആത്മാർത്ഥമാക്കിക്കൊണ്ട്, ലഹു, അള്ളാഹുവിന്, അദ്ദീൻ, നിന്റെ കീഴ്വഴക്കം അല്ലെങ്കിൽ കീഴ്വണക്കം, നിന്റെ വഴിപ്പെടൽ, കീഴ്പ്പെടൽ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നീ ആരാധിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ തന്നെയായിരുന്നു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ പല വിഭാഗങ്ങളും. പക്ഷേ അള്ളാഹുവിന് മാത്രം അവൻ്റെ ദീൻ, കീഴ്പ്പെടൽ അള്ളാഹുവിന് മാത്രമാക്കിയില്ല. പലരും പുരോഹിതന്മാർക്ക് കീഴ്പ്പെട്ടു, പലരും ദേഹേച്ഛകൾക്ക് കീഴ്പ്പെട്ടു, പലരും അവരവരുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അത് പോരാ, അള്ളാഹുവിന് മാത്രം നിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടൽ എന്ന രണ്ടർത്ഥം ദീനിലുണ്ട്. ഒന്ന്, വിചാരണ ചെയ്യുന്ന ദിവസത്തിന് മാലിക് യൗമിദ്ദീൻ, വിചാരണയുടെ ദിവസം എന്നർത്ഥമുണ്ട്. അതൊരു രണ്ടാമത്തെ അർത്ഥമായി വരുന്നതാണ്. ദാന എന്ന് പറഞ്ഞാൽ ഒതുങ്ങി കീഴ്പ്പെട്ടു എന്ന്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വ തമന്നാ അലല്ലാഹിൽ അമാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം. അൽ കയ്യിസു, ബുദ്ധിയുള്ളവൻ, മൻ ദാന നഫ്സഹു, തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്, വഴിപ്പെടുത്തിയവനാണ്. മൻ ദാന നഫ്സഹു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക. അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മാത്രം ഇഹലോകത്ത് ചെയ്യുക എന്ന അർത്ഥത്തിലല്ല,
ഇഹലോകത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അത് നമ്മളെ കൃഷിയും കച്ചവടവും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മളെ ഇബാദത്തുകളും സുജൂദും റുക്കോവും ദിക്റും തസ്ബീഹും ഒക്കെ എന്തായിരിക്കണം? പരലോകത്ത് കിട്ടണം, അതിൻ്റെ ഗുണം കിട്ടണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. വൽ ആജിസു, ദുർബലൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, സ്വന്തം മനസ്സിനെ ഇച്ഛയുടെ പിന്നാലെ തുടർത്തിയവനാണ്, തോന്നിയതിനനുസരിച്ച് ജീവിച്ചവനാണ്. വതമന്ന അലല്ലാഹിൽ അമാനി, അപ്പോൾ നമ്മളെ ജീവിതം തോന്നിയതിനനുസരിച്ചാണ്. അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടും, അള്ളാഹുവിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് വിചാരിച്ച മാതിരി, നമ്മളെ ഹവൻ നഫ്സ് അനുസരിച്ച്. എന്നിട്ട് പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയും വെച്ച് നടക്കുക, അതൊരു അന്ധവിശ്വാസമാണ്, അതല്ലെങ്കിൽ അതൊരു അബദ്ധമായ വിശ്വാസമാണ്. അവിടെയാണ് അള്ളാഹ് പറഞ്ഞത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ആത്മാർത്ഥമായിട്ടുള്ള കീഴ്വണക്കം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന് നീ കീഴ്പ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി നീ ആരാധിക്കണം. അലാ ലില്ലാഹി, അലാ അറിയുക, ലില്ലാഹി ദീനുൽ ഖാലിസ്, ആത്മാർത്ഥമായ കീഴ്വണക്കം അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ട് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, എന്നാൽ വല്ലദീന ഒരു കൂട്ടർ, ഇത്തഖദൂ മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചു, ഔലിയാ ബന്ധുക്കളെ അള്ളാഹുവിന് പുറമെ ബന്ധുക്കളെ സ്വീകരിച്ചവർ. അതായത് ഔലിയാ എന്നൊരു വിഭാഗം അള്ളാഹുവിൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. വലിയ ബന്ധു എന്നാണ്, ആണല്ലോ നിക്കാഹ് ചെയ്യുമ്പോൾ പെണ്ണിൻ്റെ വലിയ ആരാണ്? ഏറ്റവും അടുത്ത ബന്ധുവാണല്ലോ വലിയായി നിൽക്കുക. അപ്പോൾ അടുത്ത ബന്ധുക്കൾ എന്ന അർത്ഥമാണ് വലിയ, അതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. അള്ളാഹുവിൻ്റെ ഔലിയാ, ഔലിയാ ഉല്ലാ എന്നും ഔലിയാ ഉശൈത്താൻ, പിശാചിൻ്റെ അനുയായികൾ, ബന്ധുക്കൾ എന്നും രണ്ട് വിഭാഗത്തെപ്പറ്റി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീകളായ ആളുകൾ. അതൊരു പ്രത്യേക വർഗത്തിലോ പ്രത്യേക പട്ടം കെട്ടിയവരോ പ്രത്യേക വേഷാഭൂഷാദികളുള്ളവരോ അല്ല. നേരെ മറിച്ച് അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് വേഷത്തിലും രൂപത്തിലും പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ അതനുസരിച്ച് ജീവിക്കുന്നവർ എന്നാണ് ഔലിയ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അലാ, നിങ്ങൾ അറിയണം. അലാ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു അബദ്ധം വരാതിരിക്കാനും, ഒരുപക്ഷെ ഖുർആൻ അഭിമുഖീകരിച്ചിരുന്ന ആ ഒന്നാമത്തെ ഖുർആനിൻ്റെ മുസ്തമയങ്ങൾ, അതായത് ശ്രോതാക്കൾ, അവരിൽ നിലനിന്നിരുന്ന ഒരു അബദ്ധജടിലമായ വിശ്വാസത്തെ ഇല്ലാതാക്കാനുമാണ് അലാ എന്നതുകൊണ്ട് ആരംഭിക്കുന്ന പദങ്ങൾ. അതായത് ഒരു പ്രത്യേകം നിങ്ങൾ അറിയണം കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണം എന്നർത്ഥം. എന്താണ് അലാ ഇല്ല ഔലിയാ അല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ലാത്തവരാണ്, വലാഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടവരുമില്ലാത്തവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭാവിയെപ്പറ്റി ഭയപ്പെടേണ്ടതില്ല, അവർക്ക് സ്വർഗമുണ്ടാവും, അവർക്ക് ദുഃഖങ്ങൾ വേണ്ടി വരില്ല. കാരണം ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിച്ചിട്ട് അവർ ദുഃഖിക്കൂല. പടച്ചവൻ്റെ നഷ്ടമാണ് അവരുടെ ദുഃഖത്തിന് കാരണമാവുക. ആ പടച്ചവൻ്റെ കാര്യത്തിൽ അവരൊരു നഷ്ടം വരുത്തുകയുമില്ല. നമുക്ക് ദുഃഖം വരുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നഷ്ടം വരുമ്പോഴാണല്ലോ. ആ നഷ്ടം ഉണ്ടാവില്ല, അവരത്ര അനുസരിച്ച് നല്ലവരായി ജീവിക്കുന്നവരാണ് എന്ന് പ്രത്യേകമായി അള്ളാഹു അലാ, അറിയുക എന്ന് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വസിച്ച ആളുകൾ. അപ്പം വിശ്വസിച്ചവർ എന്ന് പറഞ്ഞത് ആരൊക്കെ പെടും? 5 കാര്യം ഇസ്ലാം കാര്യം, 6 കാര്യം ഈമാൻ കാര്യം, വിശ്വസിച്ചവർ. അതാണല്ലോ നമ്മുടെ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും നമ്മളെ പഠിച്ചത്. അപ്പം നമ്മളൊക്കെ പെടും. പിന്നെ വകാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അത് അബ്ദാലുകളോ അഖ്താബുകളോ നൊക്കബാഹുകളൊന്നുമല്ല. എല്ലാ വിശ്വാസികളും
ആ വിശ്വാസമനുസരിച്ച് വക്കാനു യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. അപ്പം നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിജുകളായി മാറാം. അതിന് നമ്മളുടെ ഈ രൂപഭാവങ്ങളിലോ അല്ലെങ്കിൽ അത്ഭുത കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കേണ്ടതില്ല. നമുക്കൊരു ധാരണ അങ്ങനെയുണ്ട്, അള്ളാഹുവിൻ്റെ വലിജി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഔറത്ത് മറക്കുന്നതിലും ഏറെ വല്ല വസ്ത്രവും കുറേ അധികം ചുറ്റിക്കെട്ടിയാലേ വലിയാവുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം പിൽക്കാലത്ത് ഈ സൂഫികൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതൊന്നും ആവശ്യമില്ല. ആ ഔലിയാക്കളെ പറ്റിയാണ് അള്ളാഹ് പറയുന്നത്. ആ ഔലിയാക്കൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പുറമെ വേറെ ബന്ധുക്കളങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവാണ്, അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹുവാണ് വിശ്വാസികളുടെ ബന്ധു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ബന്ധു അള്ളാഹുവാണ്. എന്നാൽ വല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ള ആളുകൾ, ഔലിയാഉഹുമു ശൈത്താൻ, അവരുടെ ഔലിയാക്കൾ പിശാചുക്കളാണ് അവരുടെ ബന്ധുക്കൾ. അവർ യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, ഈമാനിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് ഈ ഔലിയാക്കൾ നയിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഔലിയാക്കളെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ പുറമെ നിങ്ങളൊരു ബന്ധുക്കളെ സ്വീകരിക്കുകയാണെങ്കിൽ, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ബന്ധുക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ന്യായമാണ് പറയുന്നത്. മാ നഅ്ബുദുഹും, അവർ പറയുന്നു, അത് അവിടെ അണ്ടർസ്റ്റുഡാണ്. അവർ പറയുന്നു, എന്താ അവരുടെ അതിന് ന്യായമായി പറയുന്നത്? മാ നഅ്ബുദുഹും, അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ അവരോട് വന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ നേരുന്നു, അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു. അതൊക്കെയാണ് അവർ ചെയ്യുന്ന ഇബാദത്ത്. അതാണ് അബ്ദുൽ മുത്തലിബ് കിണർ കുഴിച്ച് അതിൻ്റെ പേരിൽ പിന്നെ കിണർ കുഴിക്കുന്നതിന് മുമ്പ് കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടപ്പോൾ അതിന് പിന്നെ അദ്ദേഹം ബിംബങ്ങൾക്ക് നേർച്ചയാക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ കാണുന്ന സ്വപ്നത്തിൻ്റെയൊക്കെ പൊരുളെന്താണെന്ന് മനസ്സിലാണില്ല. ഈ ബിംബങ്ങൾ, ഇലാഹുകൾ എന്തോ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇലാഹുകളുടെ ഒരു ശാപമോ മറ്റോ ഉണ്ടോ എന്ന് പറഞ്ഞ് ഈ മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി ബിംബങ്ങളെയാണ് സമീപിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിലും അവരുടെ പ്രാർത്ഥനയാവട്ടെ വഴിപാടുകളാവട്ടെ ബിംബങ്ങൾക്കാണ്. അതപ്പോൾ ഇബാദത്ത് എന്ന് പറയുന്നത് സഹായം തേടുന്നതും, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, സഹായം തേടുന്നതും, അതുപോലെ കൈകൂപ്പി നിൽക്കുന്നതും, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, അതുപോലെ അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതും തവക്കുലാക്കുന്നതും ഒക്കെ ഇബാദത്താണ്. ആ ഇബാദത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല, അവരുടെ ന്യായമാണ്. അള്ളാഹുവിൻ്റെ പുറമെ ഔലിയാക്കളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ സാലിഹീങ്ങളായ ആളുകളുടെ പേരിലാണ് ഈ അസ്മാ റിജാലിൻ സാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളാണ് അവരൊക്കെ. അവരുടെ പേരിലാണ് ഈ കല്ലുകളൊക്കെ കൊത്തിവെച്ചതും അവർ സ്ഥാപിച്ചതും. അവരോട് ഞങ്ങൾ ആരാധിക്കുന്നില്ല. മാ നഅ്ബുദുഹും, അവരോട് വിളിച്ചു തേടുന്നില്ല, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നില്ല, അവർക്ക് വേണ്ടി ബലിയർക്കുന്നില്ല. എന്തിന്? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഖറബ അടുപ്പിച്ചു, ഖറബ ഖരീബ് അടുത്തത്, ഇല്ലാ ലിയുഖർരിബൂന ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അവർ ഞങ്ങളെ അടുപ്പിക്കാൻ, ഇലല്ലാഹി അള്ളാഹുവിങ്കലേക്ക്, സുൽഫ അള്ളാഹുവിൻ്റെ തൊട്ടടുത്ത സമീപത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അപ്പം അവർ ദൈവമാണെന്നോ ഈ ഔലിയാക്കളായിട്ടുള്ള ലാത്തയും ഉസ്സയും ഒക്കെ ദൈവമാണെന്നോ സ്രഷ്ടാക്കളാണെന്നോ മഴയും വെയിലും തരുന്നവരാണെന്നോ ഒന്നും അവർക്ക് വിശ്വാസമില്ല. പിന്നെന്താ? അള്ളാഹു അകലെയാണുള്ളത്. ആ അകലെയുള്ള അള്ളാഹുവിനെ നമുക്ക് നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ ആ അള്ളാഹുവിങ്കലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കണം. അതാണ് വലിയ ഒരു ഉയർന്ന വലിയ നേതാവാണെങ്കിൽ സാധാരണക്കാരനായ ഒരാൾക്ക് അയാളെ നേരിട്ട് അയാളെ പോയി സന്ദർശിക്കാനോ അയാളോട് സംസാരിക്കാനോ പരാതി കൊടുക്കാനോ ഒന്നും കഴിയൂല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ നാട്ടിലുള്ള ചെറിയ നേതാക്കന്മാരെ സമീപിച്ച് അവർ മുഖേന ഈ വലിയ നേതാവിനെ നമ്മൾ
ആ, കാണാനുള്ള അവസരം ഉണ്ടാക്കും. അപ്പം അതാണ് ഇവർ ചെയ്തിരുന്നത്. ഈ മഹാന്മാരായ ഔലിയാക്കളായ അലാത്ത ഉസ്സനോടൊക്കെ പ്രാർത്ഥിച്ച്, അതുപോലെ ഒദ്സുവായി യഹൂസ് യഹൂക്ക് നസർ അവരോടൊക്കെ പ്രാർത്ഥിച്ച് അവർ നമ്മളെ കാര്യം പറഞ്ഞ് പടച്ചവനോടൊക്കെ പറഞ്ഞ് അള്ളാഹുവിങ്കൽ നിന്ന് നമ്മളെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് നഊദുബില്ലാ നമ്മുടെ സമൂഹത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അവർക്കറിയാതെ അതിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ പലരും പെടുത്തുകയാണ്. അങ്ങനെയുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പല പുരോഹിതന്മാരും നാട്ടിലുള്ളത്. അപ്പോൾ അതാണ് ലാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ല. സുൽഫ എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുപ്പിക്കാതെ, അതാണ് കൂടുതൽ ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങളവരെ ആരാധിക്കുന്നില്ല. പിന്നെ ഇല്ലല്ലാഹ്, അപ്പോൾ അതാണ് അവരുടെ ന്യായം. അതാണ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവരുടെ ന്യായം. അതാണ് മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അവർ സൃഷ്ടിച്ചോ ഇല്ല, മഴ പെയ്യിപ്പിക്കോ ഇല്ല, ജീവിപ്പിക്കോ ഇല്ല, പിന്നെന്താ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ അള്ളാഹുവിൻ്റെ സമീപസ്ഥരാണ്. അപ്പോൾ അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരും. അതാണ് അള്ളാഹു അതിന് മറുപടി പറയുന്നത്. ഇല്ലല്ലാഹ യഹ്കുമു ബൈനഹും, തീർച്ചയായും അവർക്കിടയിൽ അള്ളാഹു വിധി നടത്തും, ഹുക്മ് നടത്തും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അവർ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ ദീനിലേക്ക് കൊണ്ടുവരും, യഥാർത്ഥ തൗഹീദിലേക്ക് അവരെ കൊണ്ടുവരും. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു തആല അവർക്ക് അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകും. അതാ ഫീമാ കാനൂ ഫീഹി ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചിട്ടുള്ളത് ആ ഭിന്നിച്ച കാര്യങ്ങളിൽ അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നവൻ. അപ്പോൾ നമ്മൾ ഈ ആദി കാര്യങ്ങളിൽ തർക്കങ്ങളും ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം അള്ളാഹുവിനോടുകൂടി പ്രാർത്ഥിക്കണം എന്ന ഒരു സൂചനയും കൂടി ഇതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ ഫാത്തിറ സ്സമാവാതി വൽ അർദ് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. രാത്രി നമസ്കാരത്തിൽ നബി ഒറ്റക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലൊന്നാണിത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ, ജിബ്രീലിൻ്റെയും മീകാഈലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും റബ്ബായ അള്ളാഹുവേ, ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവേ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നിന്റെ അടിമകൾ ഭിന്നിച്ചു പോയ വിഷയത്തിൽ വിധി പ്രഖ്യാപിക്കുന്നവനും വിധി നടത്തുന്നവനും നീയാണല്ലോ. ഇഹ്ദിനി, അതുകൊണ്ട് എന്നെ നീ ഹിദായത്തിൽ വഴി ചേർക്കണമേ. ലിമഖ്തുലിഫ ഫീഹി, ഏതെല്ലാം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ അതിൽ നിന്ന് ആ നേരിലേക്ക് എന്നെ നീ ഹിദായത്തിലാക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് വഴി ചേർക്കുന്നവൻ നീ ആണല്ലോ എന്ന് പ്രാർത്ഥിച്ചിരുന്നു നബി. കാരണം അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയാണ്, ഞങ്ങളാണ് തൗഹീദിൽ എന്ന് പറയുന്ന യഹൂദുകളുണ്ടായിരുന്നു, അപ്പുറത്ത് നസറാക്കളുണ്ടായിരുന്നു, ഇപ്പുറത്ത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് എന്ന് പറയുന്ന മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, സാബികളുണ്ടായിരുന്നു കുറേ അപ്പുറത്തൊക്കെ. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്നാണ്. അപ്പോഴാണ് നബി, അതൊക്കെ തർക്കമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. യഥാർത്ഥമായ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് യഥാർത്ഥത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണം എന്ന പ്രാർത്ഥന. അതാണ് ഇല്ലല്ലാഹ ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹു യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ വിധി പറയും. ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചിട്ടുള്ള കാര്യം ഏതാണോ അതിൽ. ഇല്ലല്ലാഹ ലാ യഹ്ദീ, തീർച്ചയായും അല്ലാഹു ഹിദായത്തിലേക്ക് ചേർക്കുകയില്ല. മൻ ഹുവ കാദിബുൻ, കളവ് പറയുന്നവരെയും
കഫാർ നിഷേധികളെയും. അപ്പം ഇവിടെയാണ് അല്ലാഹു തആല ലാ യഹ്ദി നേർമാർഗത്തിലേക്ക് ചേർക്കുകയില്ല മൻ ഹുവ കാദിബുൻ കളവ് പറയുന്ന ആളെ. അതായത് വിശ്വാസത്തിലും ദീനിലും കാര്യങ്ങളിലും കളവ് പറയുന്നവൻ വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിലാവില്ല. കഫാർ നിഷേധിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്ന, കളവ് പറയുന്ന. അത് കളവും കുഫറും രണ്ടും ജോഡികളാണ്. കളവുണ്ടോ അവിടെ കുഫറുണ്ടാവും, കുഫറുണ്ടോ കളവുണ്ടാവും. എന്നാൽ ഈമാൻ അതിൻ്റെ കൂടെ കദിബ് എന്ന് പറയുന്നത് അത് ചേരുകയില്ല. ഈമാനിൻ്റെ കൂടെ സിദ്ഖേ ചേരുള്ളൂ, അല്ലാതെ കദിബ് ചേരുകയില്ല. അതാണ് ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് അള്ളാഹു വിശ്വാസികൾക്കുണ്ടാവണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ. ലൗ അറാദല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ യത്തഖിദ വലദൻ ഒരു സന്താനത്തെ ഉണ്ടാക്കണമെന്ന് അള്ളാഹു വിചാരിച്ചാൽ ലസ്തഫ അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു മിമ്മാ യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് മാ യശാഉ അവൻ ഉദ്ദേശിച്ചതിനെ. അള്ളാഹുവിനൊരു മകനുണ്ടാവണം എന്നവർ വിശ്വസിക്കുകയാണ്. അവർക്ക് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ അവരങ്ങനെ വിചാരിച്ചിരുന്നു. അൽ മലായിക്കത്തു ബനാത്തുല്ലാ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെമ്മക്കളാണ് എന്നും, എന്നാൽ ഈസാ ഇബ്നുല്ലാ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്നും രണ്ട് മതവിഭാഗക്കാർ വേറെ വേറെ, ഒരു കൂട്ടർ അള്ളാഹിൻ്റെ മക്കൾ പറഞ്ഞത് പെൺകുട്ടികളാണെന്നും മറ്റേത് അള്ളാഹുവിൻ്റെ മക്കൾ ആമക്കളാണെന്നും ഉസൈർ ഇബ്നുല്ലാ ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ്, എന്നാൽ മറുഭാഗത്തുള്ളവർ ഈസാ അള്ളാഹുവിൻ്റെ പുത്രനാണ്. അതൊക്കെ അള്ളാഹു തആല പറഞ്ഞിരുന്നു. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പുത്രനോ പുത്രിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കുമായിരുന്നു. ഇസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു എന്ന ഇസ്തഫ. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് നബി എന്ന് പറയുന്നത്. മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, സ്ഫുടം ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ടവൻ എന്നാണ്. അപ്പം ലസ്തഫ അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു മിമ്മാ യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളിൽ നിന്ന് മാ യശാഉ അവൻ ഉദ്ദേശിച്ചതിനെ. സുബ്ഹാനഹു അവൻ പരിശുദ്ധനാണ്. അവൻ അങ്ങനെ ഒരു സന്താനത്തെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല. ഹുവല്ലാഹുൽ വാഹിദ് അവൻ ഏകനായ അള്ളാഹുവാണ്. അവൻ ഏകനാണ്. അൽ ഖഹാർ എല്ലാത്തിനെയും ഭരിക്കുന്നവൻ. അതാ ഖഹാറിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, എല്ലാത്തിൻ്റെയും പരമാധികാരിയുമാണ് അള്ളാഹു തആല. ഇനി അയാൾക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ മക്കളുടെയും അവർ ആരോപിക്കുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളുടെയും അധികാരി അള്ളാഹുവാണ് അവരാരോപിക്കുന്നതിനെ. അല്ലാതെ അള്ളാഹിൻ്റെ പുരുഷന്മാരായിട്ടോ അള്ളാഹുവിൻ്റെ പ്രതീകങ്ങളോ അല്ല. രണ്ടാമത്തെ അള്ളയല്ല, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അള്ളയുണ്ട്, ഇത് മൂന്നും കൂടി കൂടുമ്പോഴാണ് അള്ള പൂർത്തീകരിക്കുന്നത് എന്നിങ്ങനെയുള്ള ആ ത്രയത്വം അതൊക്കെ അള്ളാഹു തആല നിഷേധിച്ചിട്ട് പറയുകയാണ് അള്ളാഹു ഏകനാണ്. അവന് രണ്ടെണ്ണമില്ല, മൂന്നെണ്ണവുമില്ല. അവനാണ് എല്ലാത്തിനെയും പരമാധികാരം. അൽ ഖഹാർ എല്ലാത്തിനെയും പരമാധികാരിയായിട്ടുള്ള അവൻ. ഖലഖസ്സമാവാതി അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. വൽ അർള ആകാശങ്ങളെയും വൽ അർള ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. ബിൽ ഹഖി സത്യപ്രകാരം. ചില സ്ഥലത്ത് ഖലഖസ്സമാവാതി വൽ അർള വമാ ബൈനഹുമ എന്ന് ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് കാണാം. ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ ഇടയിലുള്ളവയെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ അവർ ദൈവങ്ങളാക്കി വെച്ച ഭൂമിയിലുള്ള വസ്തുക്കളെയും ആകാശത്തുള്ള മലക്കുകളെയോടും ഇവർ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒമാ ബൈനഹുമ ഇവിടെ പറഞ്ഞിട്ടില്ല. ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വൽ അർള ഭൂമിയെയും ബിൽ ഹഖി സത്യപ്രകാരം. അപ്പോൾ എന്തോ
ഈ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ മാറ്റങ്ങളിലുമൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട്. കുറേ സത്യം അമ്പിയാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുന്നു. ഇതിൻ്റെയും അപ്പുറത്ത് ഈ സൃഷ്ടിക്കുള്ളിലുള്ള സത്യത്തെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. സത്യപ്രകാരമാണ് ഇതിനെ സൃഷ്ടിച്ചത്. യുകവ്വിറുല്ലൈല അലന്നഹാർ വയുകവ്വിറുന്നഹാറ അലല്ലൈൽ. രാത്രിയെ യുകവ്വിറു എന്ന് പറഞ്ഞാൽ അവൻ ചുറ്റുന്നു, അലന്നഹാർ പകലിൻ്റെ മേൽ രാത്രിയെ അവൻ ചുറ്റുന്നു എന്നാണ്. അപ്പം പകലിൽ രാത്രി ഇങ്ങനെ വന്ന് ഇരുട്ടായി മാറുന്നു. വൈകവ്യറുൽ നഹാറ പകലിനെ അവൻ ചുറ്റുന്നു, അലല്ലേ രാത്രിയുടെ മേൽ, പകലിൻ്റെ മേൽ രാത്രി ഇങ്ങനെ വന്ന് മൂടുന്നു. അതാണ് ആ കവ്വറ. ആ തക്വീർ എന്ന് പറയുന്നത് മുഫസ്സിറുകളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഭൂമി അത് ഗോളാകൃതിയിലാണെന്നും ആ നക്ഷത്രങ്ങളും സൂര്യനും അതുപോലെ തന്നെ വെളിച്ചം നൽകുന്ന സൂര്യൻ അതിനെ തിരിയുമ്പോഴാണ്, ആ തിരിച്ചിലും അതിനെ വലയം വെക്കുമ്പോഴാണ് ഈ രാവും പകലും ഉണ്ടാകുന്നത് എന്ന സൂചന ഇതിലുണ്ട് എന്നാണ്. ഇപ്പം കവ്വറ എന്ന് പറഞ്ഞാൽ ചുറ്റി എന്നുള്ള അർത്ഥമാണ്. പൊതിയ അത് ആയിരിക്കാം. കവറ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു ചുറ്റി എന്നൊക്കെയാണ്. അപ്പോൾ കവറും ഇതും ആണോ എന്നുള്ള തെക്കുവീർ, സൂറത്തു തെക്കുവീർ എന്നുള്ള ഒരു സൂറത്തുണ്ട്. ഇത് ശംസു കുവ്വിറത്ത് എന്ന് പറയും. അപ്പോൾ അതിന് ചുറ്റിപ്പൊതിയ എന്ന്, ചുറ്റിപ്പൊതിയ. അപ്പോൾ മുഫസ്സിറുകളൊക്കെ കൂടുതലും പറയുന്നത് പകല് ഉള്ളൊരവസ്ഥയിൽ രാത്രി എങ്ങനെയാണ് വരേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് രാത്രി പകല് നമ്മൾ നല്ല വെളിച്ചമുണ്ട്, അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാൻ ഇങ്ങനെ രാത്രി ആയിട്ടുണ്ട്, എന്തോ അതിങ്ങനെ പൊതിഞ്ഞ് വെച്ച മാതിരി. പിന്നെ അതുപോലെ തന്നെ രാത്രി, ആ രാത്രിയെ ആ പകല് കൊണ്ട് പൊതിയുന്നു എന്ന് പറയുമ്പോൾ രാത്രിയാണ്ട് കാണാനില്ലാതായിട്ട് തന്നെ മേലെ കൂടി ഒരു വെളിച്ചം ഇങ്ങനെയുണ്ട് വന്നിട്ട് രാവും പകലും എപ്പോൾ മുതൽ പകൽ ആരംഭിക്കുന്നു എന്നോ എപ്പോൾ മുതൽ രാത്രി ആരംഭിക്കുന്നു എന്നോ അറിയാത്ത രൂപത്തിൽ അതിനെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ രാപ്പകലുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അത്ഭുതമായ പ്രതിഭാസത്തെ അള്ളാഹു ഈ പരത്തിൽ കൂടി നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. തൂലിജുല്ലൈല ഫിന്നഹാരി തൂലിജുന്നഹാറ ഫില്ലൈൽ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. രാത്രി പകലിലേക്ക് കടന്നു വരുന്നു, പകൽ രാത്രിയിലേക്ക് നീ പ്രവേശിപ്പിക്കുന്നു എന്ന ആ ഒരു പദപ്രയോഗങ്ങൾ. അതാ വസഖറ ശംസ. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ മാത്രമായ പ്രയോഗം കഴിവിനെയാണ് ഈ വാക്ക് ദ്യോതിപ്പിക്കുന്നത്. വസഖറ ശംസ, സൂര്യനെ അവൻ കീഴ്പ്പെടുത്തി, വൽ ഖമറ, ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ഭൂമിയുടെ ജീവസന്ധാരണത്തിനും ആവശ്യമായി സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു കീഴ്പ്പെടുത്തി. ആ പദമാണ് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത്. എങ്ങനെയൊക്കെ കീഴ്പ്പെടുത്തി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, സൂര്യൻ ഇന്നത്തെ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി അടുത്തേക്കാണ് വന്നതെങ്കിൽ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാവില്ല. ഈ സൂര്യൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ താപം ചൂട് തരുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും തണുത്തുറച്ച് ജീവസന്ധാരണം ഉണ്ടാവില്ല. അതുപോലെ ചന്ദ്രന് മനുഷ്യന് വഴി കാണാനും അതുപോലെ കടലിൻ്റെ ഉൾക്കടലിൽ വഴി കാണാൻ, മരുഭൂമിയിൽ വഴി കാണാനും വെളിച്ചത്തിനൊക്കെ അള്ളാഹു താല ഉപയോഗപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ പഴയ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നു. സഖറലക്കും എന്ന് ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അപ്പോൾ നമുക്ക് വേണ്ടി അള്ളാഹു സൂര്യചന്ദ്രൻ്റെ സൃഷ്ടിപ്പിൽ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സംവിധാനങ്ങൾ. അതാണ് വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി, അവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലി അജലി മുസമ്മ, നിശ്ചിതമായ ഒരു അവധിയിലേക്ക്. അപ്പം അതിനൊക്കെ ഒരവധി, ചലിക്കുന്നതിനൊക്കെ ഒരു ചലനമറ്റ നിശ്ചലാവസ്ഥ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ലു യജ്രി, ചന്ദ്രനാവട്ടെ സൂര്യനാവട്ടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലി അജലി മുസമ്മ, നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയിലേക്ക്. ആ അവധി എന്ന് വന്നാലും
അതിൻ്റെ സഞ്ചാരം നിൽക്കും എന്നർത്ഥം. അല അറിയുക, അതാണ് ഒരു പ്രത്യേകമായി പറയാം. അല അറിയുക, ഇതൊന്നും മനുഷ്യൻ്റെ കയ്യിൽപ്പെട്ടതല്ല. സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ രാത്രി വരുന്നു, പകല് വരുന്നു, ഇതൊന്നും അള്ളാഹിൻ്റെ മാത്രം കഴിവിലാണ്. നമ്മൾക്കൊരു സ്വാധീനവും അതിലില്ല. അതുകൊണ്ടാണ് അല അറിയുക ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താ? ഹുവൽ അസീസ്, അവൻ പ്രതാപിയാണ്. അവൻ എത്രയോ അസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാളും പ്രതാപമുള്ളവനാണവൻ എന്ന് കരുതി അവൻ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലല്ല. അൽ ഗഫാർ, എല്ലാം പുറത്തു തരുന്നവനുമാണ്. മനുഷ്യന്മാരുടെ പ്രതാപം കൂടുന്തോറും ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതാപം എത്രയുണ്ടോ അത്രയും അവൻ ജനങ്ങളിലേക്ക് അടുത്തു വരുന്നു. അൽ ഗഫാർ എന്ന് പറഞ്ഞാൽ വല്ലാതെ പുറത്തു തരുന്നവൻ. നമ്മൾ പോലും പൊറുക്കാത്ത, മനുഷ്യൻ പോലും പൊറുക്കാത്ത പാപങ്ങൾ. നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ അവനോട് മരണം വരെ നമ്മൾ പൊറുക്കൂല, അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല അള്ളാഹു. നേരെ മറിച്ച് അള്ളാഹുവിനെ എത്ര ഉപദ്രവിച്ചാലും അള്ളാഹു വളരെ കൂടുതൽ പുറത്തു തരുന്നവനാണ്. അപ്പോൾ അള്ളാഹു മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിന്ന് നമ്മളെ കാര്യങ്ങളിൽ അള്ളാഹു താല പരിഹാരം കണ്ടുതരുന്ന പൊറുക്കുന്നവനാണ്. എന്നാലോ അവൻ എത്രയോ ഉയരത്തിലാണ്. അസീസുൽ ഗഫാർ, വിരുദ്ധമായ രണ്ട് ഒരു തലങ്ങളാണ്. അസീസ് ആകുമ്പോൾ എപ്പോഴും ഉയർന്ന പ്രതാപത്തിലുള്ളവൻ. ഗഫാർ എന്ന് പറയുമ്പോൾ എപ്പോഴും പുറത്തു തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ്. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന്. എത്ര ഭൂമിയിൽ കൂടുതലുണ്ടായാലും ഒരു ശരീരത്തിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻഹാ സൗജഹാ, പിന്നെ ആ ഒരു ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. വ അൻസല ലക്കും, നിങ്ങൾക്കവൻ ഇറക്കി തന്നു. മിനൽ അൻആമി, നഅമുകളിൽ നിന്ന്, ആടുമാടുകളിൽ നിന്ന് ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഉന്നതമായ നിഅമത്തുകളിൽ നിന്ന് അള്ളാഹു തആല ഭൂമിയിൽ മനുഷ്യന് നൽകി എന്നുള്ള അർത്ഥമാണ്. അൻസല ലക്കും മിനൽ അൻആം, ആടുമാടുകളിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി തന്നു. സമാനിയത്ത അസ്വാജ്, 8 ഇണകളെ, 8 ജോഡികളെ. സൂറത്തു അൻആമിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മിനൽ ഇനിസ്നൈൻ മിനൽ ബഖരി സ്നൈൻ, സമാനിയത്ത് അസ്വാജ് എന്നുള്ളത്. പിന്നെ സൂറത്തു അൻആമിൽ അതിന് വിവരം, നമ്മളെ മാടുകൾ, ആടുമാട്, ഒട്ടകം എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് അൻആം എന്ന് പറയുന്നത്. അതായത് 2 തരം ആടുകൾ. അതാണ് മിനൽ ഇനിസ്നൈനി ഒ മിനൽ മാഇസി സ്നൈൻ. ഇന് എന്ന് പറഞ്ഞാലും മാഇസ് എന്ന് പറഞ്ഞാലും 2 തരം. ഒന്ന് ചെമ്മരിയാടും സാധാരണ കോലാട് എന്നൊക്കെയാണ് പറയാം. നമ്മളെ കോലാടുകളും ചെമ്മരിയാടുകളും, അതാണ് 2 തരം ആടുകൾ. അതാണ് നമുക്ക് ഉളുഹിയ്യത്തിനാവട്ടെ അഖീഖത്തിനാവട്ടെ അതുപോലെ മാംസത്തിന് വേണ്ടി അതും അറക്കാം. അതിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് വളർത്ത് ജീവികൾ. അതിലാണ് കഫാറത്തായിട്ട് ബലികർമ്മം നടത്തേണ്ടതൊക്കെ. അങ്ങനെയുള്ള 2 തരം ആടുകൾ. പിന്നെ ഒമിനൽ ബഖരി സ്നൈൻ, മാട് വർഗത്തിൽപ്പെട്ട പശു എന്ന അർത്ഥമാണ്. അത് പശു, കാള, അതുമായി ബന്ധപ്പെട്ട എല്ലാം അതിൽ പെടും. ബക്കർ ഐറ്റത്തിലാണ്. നമ്മളെ പോത്തും എരുമയൊക്കെ ബക്കർ ഐറ്റത്തിലാണ് എണ്ണീട്ടുള്ളത്, അല്ലാതെ വേറെ ഒരു രൂപമല്ല. പിന്നെ ഒമിനൽ ഇബിലി സ്നൈൻ, ഒട്ടകം. അപ്പോൾ ആട്, മാട്, ഒട്ടകം, ഇത് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇണയും തുണയും, ആണും പെണ്ണും. ഇത് അള്ളാഹു നമുക്ക് പ്രത്യേകം. എന്നാൽ മറ്റുള്ള ഒരുപാട് ജീവികൾ തിന്നൽ അനുവദനീയമായി അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് ജീവികൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ മനുഷ്യജീവനത്തിന് ഈ 3 വസ്തുക്കളും, അവരുടെ കുടിക്കാൻ പാല്, അതുപോലെ അവർക്ക് ജീവിതോപകരണങ്ങളായിട്ട് അവയുടെ തോലും അവയുടെ രോമങ്ങളും അവയുടെ പല്ലുകളും അതിൻ്റെ കുളമ്പുകളും കൊമ്പുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അഭിമുഖീകരിച്ച ഈ സമൂഹത്തിന് ഈ 3 ജീവികളില്ലാതെ
അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണല്ലോ. അത് പെറ്റുപെരുകി ഉണ്ടായിട്ടാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവരെ പുറത്ത് കയറാനും അവർ കൊടുക്കാനും അവർ പാത്രം ഉണ്ടാക്കാനും വാളിൻ്റെ ഉറണ്ടാക്കാനും അരപ്പട്ട കെട്ടാനും അവർക്ക് യുദ്ധം ചെയ്യുമ്പോൾ അങ്കിയായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഈ ജീവികളാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. പിന്നെ പാലിൻ്റെയും മാംസത്തിൻ്റെയും അത് വേറെയും. അതാണ് സമാനിയത്ത് അസ്വാജ്. അൻആമുകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു സമാനിയത്ത് അസ്വാജ് 8 ഇണകളെ. യഖ്ലുഖുക്കും അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഉമ്മമാരുടെ ബത്തുനുകളിൽ വയറുകളിൽ. അവിടെ വെച്ചാണ് നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിപ്പ് നൽകുന്നത്. ഖൽഖം മിൻ ബഅദി ഖൽഖ്, ഒരു സൃഷ്ടിപ്പിൻ്റെ ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിട്ട്. അതായത് അത് സൂറത്തു ഹജ്ജിൽ കാണാം. ഇൻ കുൻതും ഫീ റൈബിൻ യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ. മണ്ണ് അത് പുറത്താണ്, വയറിൻ്റെ പുറത്താണ്. സുമമിൻ ലുത്തുഫത്തിൻ, പിന്നെ ലുത്തുഫത്ത് അത് ബത്തനിൻ്റെ ഉള്ളിലാണ്. അത് നമ്മുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്ന വസ്തുവാണ് ലുത്തുഫത്ത്, ബീജം. സുമമിൽ അലക്കത്തിൻ രക്തകഷ്ണം, സുമമിൻ മുളുകത്തിൻ പിന്നെ മാംസകഷ്ണം. അപ്പോൾ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായി അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചു എന്നാണ്. യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, ഒരു സൃഷ്ടിയായിട്ട് മറ്റൊരു സൃഷ്ടിക്ക് ശേഷം. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടുകൾക്കുള്ളിൽ. അത് ഖുർആൻ പറയുന്നത് ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. എന്താണ് 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ? 3 ഇരുട്ടറകൾക്കിടയിൽ ഉള്ളിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കിയത് എന്ന്. ഏതാണ് 3 ഇരുട്ടറ എന്ന് പറയുന്നത്? ഖുർആൻ പറയുന്നത് ഇതാണ്. അതായത് ഒന്ന് ളുൽമത്തുൽ ബത്ൻ, വയറാവുന്ന ഇരുട്ടറ, വയറിൻ്റെ ഉള്ളിൽ, അത് പുറത്തുള്ള ബാഹ്യ വെളിച്ചം കിടക്കാത്ത ഭാഗമാണ് വയറ്. അതിൻ്റെ ഉള്ളിൽ സുമ്മ ളുൽമത്തുർ റഹിം, റഹ്മിൻ്റെ അതായത് ഗർഭപാത്രം, വയറിൻ്റെ ഉള്ളിൽ റഹ്ം എന്ന് പറയുന്ന മറ്റൊരു അറ. ആ റഹ്മിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ ആ ജീവൻ ഘട്ടങ്ങളായി വളരുന്നത് മശീമത്ത് എന്നാണ്. മശീമത്ത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു മറുക്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കുട്ടിയുടെ, ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി ആദ്യം ഒരു മറുകിൻ്റെ ഒരു പൊതിക്കുള്ളിലാണ്. ആ പൊതി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ്. ആ ഗർഭപാത്രം വയറാകുന്ന അതിൻ്റെ ഉള്ളിലാണ്. ഈ 3 ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കുട്ടി വെളിച്ചത്തേക്ക് വരുന്നത് എന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജീവശാസ്ത്രപരമായ കാര്യങ്ങൾ കിട്ടാൻ ഒരു വഴിയില്ലല്ലോ. അപ്പം ഈ കൃത്യമായും ഈ 3 ളുലുമാത്തുൽ സലാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അറിയിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അത് ഖുർആൻ അള്ളാഹുവിൻ്റേതാണെന്ന തെളിവാണ് എന്നുമാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത്. ഖൽഖ മിൻ ബഅദി ഖൽഖിൻ അത് വേറെയും. അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളായിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത്. ദാലിക്കുമുല്ലാഹു, ആ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ആ കാര്യങ്ങളൊക്കെ അല്ലാഹു റബ്ബുക്കും, നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലാഹു. റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, രക്ഷകൻ, നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷകനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ലഹുൽ മുൽക്കു, അവന് തന്നെയാണ് അധികാരവും. ഉറപ്പന്നാണ്. ഇത്രയും രഹസ്യമായ അറകളിൽ കൂടി നമ്മളെ വിവിധ ഘട്ടങ്ങളായി അല്ലാഹു തആല സൃഷ്ടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അവന് തന്നെയാണ് അൽ മുൽക്കു, പിന്നീടുള്ള അധികാരവും. അവനാണ് അൽ മുൽക്ക്, എല്ലാ അധികാരവും, ഭൂമിയുടെ അധികാരവും മനുഷ്യൻ്റെ അധികാരവും അവൻ്റെ ജീവൻ എത്ര നിലനിൽക്കണം അതിൻ്റെയൊക്കെ പരമാധികാരം അവനുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു അധികാരി, അങ്ങനെ നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് ഘട്ടങ്ങളായി 3 ഇരുട്ടുകൾക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ആ പരമാധികാരി, അവനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല.
അവനോടല്ലാതെ രക്ഷ തേടാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായിട്ടുള്ള ഒരു ഇലാഹ് ഇല്ല. എത്രമാത്രം ആ തൗഹീദ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ രക്ഷതേട്ടവും നമ്മുടെ വഴിപാടുകളുമൊക്കെ അള്ളാഹനെ മാത്രമേ ആകാവൂ എന്നതിനെ അള്ളാഹു തആല കൊണ്ടുവരുന്നത് എന്താണ്? വിവിധ തരത്തിലുള്ള ഉമ്മമാരുടെ ഗർഭാശയത്തിൽ അള്ളാഹു പല തരത്തിലും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ രൂപം മാറ്റി മാറ്റി വളർത്തിക്കൊണ്ടുവരുന്നു 3 അറകൾക്കുള്ളിൽ. എന്നിട്ട് അള്ളാഹു തആല പരമാധികാരം അവൻ സ്ഥാപിച്ചെടുക്കുന്നു. ആ അള്ളാഹുവിനോടല്ലാതെ നമ്മൾ അള്ളാഹെന്നല്ലാതെ വേറെ ഒരു ഷെയ്ഖിനെയും വലിയനെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല. ഒരു നേർച്ചക്കാരോടേക്കും നമ്മൾ നേർച്ച നേരേണ്ടതില്ല. അതല്ല വിശ്വാസം എന്നാണ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഫഅന്നാ തുസറഫൂൻ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? സർഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു. ഇത്രയും കൃത്യമായി നിങ്ങളുടെ സൃഷ്ടിപ്പുണ്ടായിട്ടും ഇതിലൊന്നും നിങ്ങൾക്ക് കയ്യില്ലാതിരുന്നിട്ടും ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ, അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെടുന്നത്? ആരാ നിങ്ങളെ തിരിച്ചു കൊണ്ടുകൊണ്ട് എന്നർത്ഥം. ഈ ഒരു വിശ്വാസത്തിൽ നിന്ന്, ഈ ഒരു തൗഹീദിൽ നിന്ന് നിങ്ങളെ അല്ലാ തുസറഫൂൻ, എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെടുന്നത്? ഒരു നിലക്കും നമുക്ക് പാടില്ലാത്തതാണല്ലോ. ഇൽ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹു നിങ്ങളിൽ നിന്ന് ഐശ്വര്യവാനാണ്, അള്ളാഹ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ നിഷേധിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹ് ഗനിയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് അള്ളാഹ്ക്ക് ഒന്നും കിട്ടാനില്ല. വലാ യർള, അവൻ ഇഷ്ടപ്പെടുകയില്ല ലി ഇബാദിഹി, അവൻ്റെ അടിമകൾക്ക് അൽ കുഫ്ര, നിഷേധത്തെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. വൈൻ തഷ്കുറു, അതല്ല ഇങ്ങനെയൊക്കെ നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന റബ്ബിനോട് നിങ്ങൾ ശുക്ർ കാണിച്ചാൽ യർളഹു ലക്കും, അവൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരും. അപ്പം അള്ളാഹിൻ്റെ റിള കിട്ടണമെങ്കിൽ ശുക്ർ വേണം. അള്ളാഹുവിൻ്റെ കോപം മാത്രമാണ് ഇതിൽ നിഷേധമുണ്ടായാൽ നമുക്ക് കിട്ടുക. വലാ തസിറു വാസിറത്തുൻ, ഒരു കുറ്റം ചുമക്കുന്ന ശരീരവും ചുമക്കേണ്ടി വരില്ല. വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപം. അപ്പം ദീനിൻ്റെ ഈ കൽപ്പന, ഈ അഖീദ, വിശ്വാസം, ഇതൊക്കെ ഒരു കുടുംബത്തിനോടോ ഒരു സമൂഹത്തിനോടോ അല്ല, വ്യക്തികളോടാണ്. നിങ്ങൾ ഒറ്റക്കായിരിക്കും. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, പാപം പേറുന്ന ഒരു ശരീരവും മറ്റൊരാളുടെ പാപം പേറേണ്ടി വരില്ല. അവനവൻ്റെത് തന്നെ പേറാൻ കഴിയുകയുള്ളൂ. സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ റുജൂ, മടക്കം നിങ്ങളുടെ റബ്ബിങ്കലേക്കായിരിക്കും. സുമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാപമൊക്കെ ചെയ്ത് അള്ളാഹുവിനെ നിഷേധിച്ച് ഒടുവിന് പിന്നീട് ഇലാ റബ്ബിക്കും മർജിഉക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉക്കും, അപ്പോൾ ആ മടങ്ങുന്ന സമയത്ത് അവൻ നിങ്ങൾക്ക് വിവരം നൽകും. ബിമാ കുൽത്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, തീർച്ചയായും അവൻ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്, നെഞ്ചകങ്ങളിലുള്ളതിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ വിശ്വാസം, തൗഹീദിൽ അടിയുറച്ച് നിൽക്കുകയും ആ അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചും ജീവിക്കണം എന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.